ഏതാ ചേച്ചി ഇറക്കുമതി? എന്നെ കണ്ടു വരണ്ടുപോയി. അറിഞ്ഞോ? അവളൊരു പയ്യനെ. നീ കിടന്ന് കിടക്കാതെ കാര്യം പറ. അപ്പുറത്ത് ആ ശൃംഗാരിയെ എവിടെ ഒന്ന് ഒരു പയ്യനെ കൊണ്ടുവന്നെന്ന്. ഇത് പറയാനാണോ ശ്വാസം പിടിച്ച് തുള്ളിച്ചാടിയത്? അവളുടെ സ്വന്തക്കാരനൊന്നും ആയിരിക്കില്ല. നല്ല വെളുവിളാന്നിരിക്കുന്നു. പോറ്റിച്ചേർക്കനാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാ. അത് നീ തന്നെ തീരുമാനിച്ചോ? ഇടേ, അടുത്ത വീട്ടിലെ കുറ്റവും കുറവും പറയരുതെന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? എങ്ങനെ പറയാതിരിക്കും? അവളുടെ ജാതകപ്പൊരുത്തം കൊണ്ടാ ഭർത്താവ് പട്ടാളത്ത് ഇരുന്ന് ചത്തത്. അറിയാമോ? അല്ലേ, അതിന്റെ വല്ല വേദന ഉണ്ടോ അവക്ക്? ചമഞ്ഞിറങ്ങി നടക്കുന്ന കണ്ടില്ലേ ആണുങ്ങളെ പിടിക്കാൻ. അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. തന്നെക്കാളും മറ്റുള്ളവർ സുന്ദരികളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അസൂയ. പിന്നെ സൗന്ദര്യം ഒഴുകല്ലേ, അതുകൊണ്ടായിരിക്കും എപ്പോഴും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. ഇനി ഈ തുണി പൊക്കിയിടുന്ന ഞാനൊന്ന് കാണട്ടെ. എപ്പോ നോക്കിയാലും ഇവിടെ ഒരു നിപ്പ്. ഇങ്ങനെയുള്ളവളെ ആണുങ്ങളെ മയക്കി എടുക്കുമെന്ന മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. അയ്യോ, നിന്റെ മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ ഒരു കൊല ചെയ്യേണ്ടി വന്നേനെ. എന്റെ ഒരു മുത്തശ്ശി കഥ. അവളുടെ കാര്യം പറയുമ്പോ ഒരു ചാടിക്കടി. എന്റെ ഒടേ തമ്പുരാനെ, ഇവർക്കുള്ളിൽ എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. എങ്കിലേ നടക്കണത് വേറെ. അതിനും മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പാവം പയ്യനാ, ആരുമില്ല. ഇവിടെ ജോലിക്ക് ഒരാളായല്ലോ എന്ന് കരുതി. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? ചിറ്റമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഖം, പരമസുഖം. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിച്ചു. അതാ ഞാനിങ്ങ് പോന്നത്. അമ്മ ചോദിച്ച അർച്ചന ചേച്ചി കാണാറുണ്ടോന്ന്. പാവം, അമ്മയുടെ വിചാരം ഞാൻ ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെയാണെന്നാ. ആ വിചാരം തിരുത്താമായിരുന്നില്ലേ? എന്നാ ഹോസ്റ്റലിലേക്ക് അയക്കുന്ന ചെലവ് കാശ് കട്ട്. പോക്കറ്റ് മണി പിന്നെ ചേച്ചി തരേണ്ടി വരും. എന്തിനു മറയ്ക്കുന്നു? ഞാനുമായുള്ള നിന്റെ സഹവാസം പണ്ടേ ചിറ്റമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ലേ? ആഹാ, കൊള്ളാം. ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണോ? ദേ, അമ്പലത്തിലെ പോലെ കണ്ടവന്റെ ചെരുപ്പ് വാങ്ങി വെച്ച് ഉറക്കം തൂങ്ങാനല്ല കൊച്ചമ്മയോട് നിർത്തിയിരിക്കുന്നത്. ഒത്തിരി പണിയുണ്ട്. ചെല്ല്. ആദ്യം ആ കാറൊന്ന് തുടച്ചിട്ട് വാ, എന്നിട്ട് പറയാം ബാക്കി. നന്ദു, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, ചെല്ല്. അതിന് ഇളക്കം കുറച്ച് കൂടുതലാ. ഇങ്ങോട്ട് വരൂ. എന്താ അവിടെ നിന്നുള്ളത്? 1 മുതൽ 10 വരെ എണ്ണണം. ദാ ഇങ്ങനെ. 1, 2, 3, 4. Come on. Sit here. Good boy. 1, 2, 3, 4. എനിക്ക് താഴെ പണിയുണ്ട്. എന്റെ പേര് ദേ എന്നല്ല, ആശ എന്നാ. വിളിച്ചേ. ആശ. അങ്ങനെ.